Hi all, welcome to Steadicom MLT Academy. കേരള പി എസ് സി ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ബയോകെമിസ്ട്രി ആണ്. ബയോകെമിസ്ട്രി ഏരിയയിൽ നിന്ന് ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു പി എസ് സി എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. കാരണം നമുക്ക് അധിക ക്വസ്റ്റ്യൻ എക്സാമിന് പോകുമ്പോൾ നമുക്കറിയാം അധിക ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ടാണ് കാണാറുള്ളത്. റിപ്പീറ്റഡ് ആവുന്നതിൽ കൂടി ഒരേ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഏത് ഏരിയയിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോവുക എന്നുള്ളതല്ല, ആ ഒരു ഏരിയ കവർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഡിസ്കഷനും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിമൽ ലെവൽ ഓഫ് എൽ ഡി എൽ കൊളസ്ട്രോൾ ഈസ് ഓപ്ഷൻ എ ലെസ് ദാൻ 100 milligram percentage, ഓപ്ഷൻ ബി greater than 150 milligram percentage, ഓപ്ഷൻ സി 100 to 150 milligram percentage, ഓപ്ഷൻ ഡി greater than 200 milligram percentage. ഇതാണ് കറക്റ്റ് ആൻസർ. എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ നോർമൽ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, കറക്റ്റ് ആൻസർ ഈസ് ലെസ് ദാൻ 100 milligram percentage. നമ്മൾ എൽ ഡി എല്ലിൻ്റെതാണ് ഇവിടെ ചോദിച്ചതെങ്കിൽ ബാക്കിയുള്ള എച്ച് ഡി എല്ലിൻ്റെയും ടോട്ടൽ കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസറൈഡിൻ്റെയും കൂടി നോർമൽ ലെവലും കൂടി പഠിച്ചിരിക്കണം. കാരണം എപ്പോഴും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 200 milligram per DL ആണ്, ഓർ മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ്. ടോട്ടൽ കൊളസ്ട്രോൾ നോർമൽ ലെവൽ ഈസ് ലെസ് ദാൻ 200 milligram percentage. എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ്റെ നോർമൽ ലെവൽ ലെസ് ദാൻ 100 milligram percentageും എച്ച് ഡി എല്ലിൻ്റെ അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ്റെ നോർമൽ ലെവൽ ഗ്രേറ്റർ ദാൻ 60 or 50 milligram percentageുമാണ്. അതായത് എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ബാഡ് കൊളസ്ട്രോളും എച്ച് ഡി എൽ എന്ന് പറഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോളുമാണ്. എച്ച് ഡി എല്ലിൻ്റെ നോർമൽ ലെവൽ 60 മുകളിൽ ഉണ്ടായാലാണ് അത് നോർമൽ, അപ്പോൾ കുറഞ്ഞാൽ അത് അബ്നോർമലാണ്. എന്നാൽ എൽ ഡി എല്ലിൻ്റെത് 100 കുറവാണ് വേണ്ടത്, കൂടിയാലാണ് അത് അബ്നോർമലായിട്ട് വരുന്നത്. ഓക്കെ, ട്രൈഗ്ലിസറൈഡിൻ്റെത് 100 to 150 milligram per DL ആണ് അതിൻ്റെ നോർമൽ ലെവൽ വരുന്നത്. സോ ടോട്ടൽ കൊളസ്ട്രോൾ ലെസ് ദാൻ 200, എൽ ഡി എൽ ലെസ് ദാൻ 100, എച്ച് ഡി എൽ ഗ്രേറ്റർ ദാൻ 50 or ഗ്രേറ്റർ ദാൻ 60, ട്രൈഗ്ലിസറൈഡ് 100 to 150 milligram per DL. എന്നാൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു എക്സാം ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറഞ്ഞാൽ? 200 മുകളിലല്ല, 240 മുകളിൽ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറയാം? ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയാം. 240 മുകളിൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോവിങ് വെർ ദ ലിപ്പിഡ് പ്രൊഫൈൽ റിസൾട്ട് ഓഫ് എ 45-year-old മെയിൽ. ഓപ്ഷൻ എ സെറം ട്രൈഗ്ലിസറൈഡ് 150 milligram per DL, ടോട്ടൽ കൊളസ്ട്രോൾ 200 milligram per DL, എച്ച് ഡി എൽ കൊളസ്ട്രോൾ 40 milligram per DL. ദ സെറം എൽ ഡി എൽ കൊളസ്ട്രോൾ ഓഫ് ദ മാൻ ഈസ് ഓപ്ഷൻ എ 100 milligram per DL, ഓപ്ഷൻ ബി 130 milligram per DL, ഓപ്ഷൻ സി 90 milligram per DL, ഓപ്ഷൻ ഡി ഇൻസഫിഷ്യൻറ്റ് ഡാറ്റ ടു കാൽക്കുലേറ്റ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഇവിടെ ട്രൈഗ്ലിസറൈഡ്, ടോട്ടൽ കൊളസ്ട്രോൾ, എച്ച് ഡി എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? എൽ ഡി എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഞാൻ ആദ്യം ആൻസർ പറയാം, അതിനുശേഷം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറയാം. കറക്റ്റ് ആൻസർ 130 milligram per DL ആണ്. ഇതേപോലെ നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ കണ്ടുപിടിക്കാൻ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എച്ച് ഡി എല്ലിൻ്റെ വാല്യൂം എൽ ഡി എല്ലിൻ്റെ വാല്യൂം വി എൽ ഡി എല്ലിൻ്റെ വാല്യൂം കൂടി ആഡ് ചെയ്തതാണ് ഈ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. എൽ ഡി എൽ പ്ലസ് എച്ച് ഡി എൽ പ്ലസ് വി എൽ ഡി എൽ ആണ് എന്ത്? ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷന് നമുക്ക് എൽ ഡി എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ സെയിം കാൽക്കുലേഷൻ തന്നെ തിരിച്ചിടാം അല്ലേ?
LDL വാല്യൂ എന്ന് പറയുന്നത് VLDLും HDLും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ കൊളസ്ട്രോളിന് അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? LDLൻ്റെ വാല്യൂ കിട്ടും. ടോട്ടൽ കൊളസ്ട്രോൾ മൈനസ് LDL പ്ലസ് VLDL എന്നുള്ള കാൽക്കുലേഷനാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ കാൽക്കുലേഷനിലുള്ള എല്ലാ സാധനവും ഇവിടെ തന്നിട്ടുണ്ടോ നോക്കാം. LDLൻ്റെ കാൽക്കുലേഷനാണിത്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെതായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരുന്നത് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 200, HDLൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 40, പക്ഷേ VLDLൻ്റെ വാല്യൂ തന്നിട്ടില്ല. VLDLൻ്റെ വാല്യൂ നമുക്ക് ട്രൈഗ്ലിസറൈഡിൻ്റെ വാല്യൂ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ട്രൈഗ്ലിസറൈഡ് ബൈ 5 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? VLDLൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ ട്രൈഗ്ലിസറൈഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 150 5 ചെയ്താൽ നമുക്ക് 30 കിട്ടും. അങ്ങനെ VLDLൻ്റെ വാല്യൂവും കിട്ടി. ഓക്കെ, ട്രൈഗ്ലിസറൈഡിനോട് 5 ഡിവൈഡ് ചെയ്താൽ VLDLൻ്റെ വാല്യൂ കിട്ടും. സോ ഇതെല്ലാം നമുക്കിവിടെ കൊടുത്താൽ മതി. അതായത് ടോട്ടൽ കൊളസ്ട്രോൾ 200 മൈനസ് HDL 40യും VLDL 30യും. VLDLും HDLും കൂടി ആഡ് ചെയ്യുമ്പോൾ 70 കിട്ടും. 200 മൈനസ് 70 നമുക്ക് എന്ത് കിട്ടി? 130 കിട്ടി. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ഡി ഓപ്ഷനുമായിട്ട് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇൻസഫിഷ്യൻറ്റ് ഡാറ്റ ടു കാൽക്കുലേറ്റ് എന്നുള്ളത്, അതായത് VLDL തരാത്തതുകൊണ്ട് അതായിരിക്കും ആൻസർ എന്നുള്ള രീതിയിൽ അത് എടുത്തു പോകരുത്. VLDL തന്നിട്ടില്ലെങ്കിലും ട്രൈഗ്ലിസറൈഡിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് VLDL കണ്ടുപിടിക്കാം, അങ്ങനെ നമുക്ക് LDLൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഈ രണ്ട് കാൽക്കുലേഷൻസും നോക്കി വെക്കുക. ഈ ഒരു കാൽക്കുലേഷനെ നമ്മൾ പറയുന്നത് ഫ്രൈഡ്-വാൾ ഇക്വേഷൻ എന്നാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൈഡ്-വാൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ ടോട്ടൽ കൊളസ്ട്രോൾ, LDL, VLDL അതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ കാൽക്കുലേഷനാണ് ഫ്രൈഡ്-വാൾ ഇക്വേഷൻ ഓർ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് കാൽക്കുലേഷനും ഓർത്ത് വെക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, according to the Beer law, concentration of analyte in a solution is directly proportional to option A transmittance, option B absorbance, option C path length, option D cuvette thickness. Beer-Lambert's law പ്രകാരം കോൺസെൻട്രേഷൻ ഓഫ് അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ആൻസർ എന്താണ്? അബ്സോർബൻസ്. ബിയർ ലോ, ലാംബേർട്സ് ലോ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? ബിയർ ലോ, ലാംബേർട്സ് ലോ എന്താ പറയുന്നത്? ഫസ്റ്റ് ബിയർ ലോയിൽ പറയുന്നത് when a monochromatic light passed through a colored solution, the concentration of the solution അല്ലെങ്കിൽ concentration of analyte directly proportional to the light absorbance. അതിലുള്ള കോൺസെൻട്രേഷൻ, ആ സൊല്യൂഷനിലുള്ള കോൺസെൻട്രേഷൻ ആ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ലൈറ്റ് അബ്സോർപ്ഷൻ കൂടും. ഓക്കെ, സോ എന്നാൽ ലാംബേർട്സ് ലോയിൽ എന്താ പറയുന്നത്? ഇവിടെ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാത്ത് ലെങ്ത് എന്നാണ്. ആ ക്യുവറ്റിൻ്റെ പാത്ത് ലെങ്ത്തിനും ഈ അബ്സോർബൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കോൺസെൻട്രേഷനിലെ അബ്സോർബൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, പാത്ത് ലെങ്ത്തിനും അബ്സോർബൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ബിയർ ലാംബേർട്സ് ലോ എന്ന് പറയുന്നത്. അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ആൻഡ് പാത്ത് ലെങ്ത് ഓഫ് ക്യുവറ്റ് എന്ന് പറയും. സോ ഇത് എന്തിൻ്റെ പ്രിൻസിപ്പിളാണ്? നമ്മൾ കളറിമീറ്ററും സ്പെക്ട്രോഫോട്ടോമീറ്ററും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഈ ബിയർ ലാംബേർട്സ് ലോനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചും ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. രണ്ട് രീതിയിലും കറക്റ്റ് ബിയർ ലോ എന്താണ്, ലാംബേർട്സ് ലോ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. അതായത് ഇതിൻ്റെ ഇക്വേഷനും കൂടിയുണ്ട്. A=ABC എന്നുള്ളത്. അബ്സോർബ് A ഫോർ അബ്സോർബൻസ്, സ്മോൾ a ഫോർ മോളാർ അബ്സോർപ്റ്റിവിറ്റി, B ഫോർ പാത്ത് ലെങ്ത്, C ഫോർ കോൺസെൻട്രേഷൻ. A=സ്മോൾ ABC എന്നുള്ള ആ ഒരു കാൽക്കുലേഷനും കൂടി ഈ ബിയർ ലാംബേർട്സ് ലോ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡ്രോ ഓഫ് ബ്ലഡ് സാമ്പിൾ ഈസ് ഓപ്ഷൻ എ റെഡ്, ഗ്രീൻ, ലാവൻഡർ 2 ആൻഡ് ഗ്രേ 2. ഓപ്ഷൻ ബി ലാവൻഡർ, ഗ്രേ, ഗ്രീൻ ആൻഡ് റെഡ് 2. ഓപ്ഷൻ സി റെഡ്, ഗ്രീൻ, ഗ്രേ, ലാവൻഡർ 2. ഓപ്ഷൻ ഡി ലാവൻഡർ, ഗ്രീൻ, റെഡ്, ഗ്രേ 2.
എങ്ങനെയാണ്? അതായത് ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻറ്റികോയാഗുലൻ്റ് ബോട്ടിൽസ് യൂസ് ചെയ്യും, ട്യൂബ് യൂസ് ചെയ്യും. അതിൻ്റെ ഓർഡർ ഏതാണെന്നാണ് നിങ്ങളിവിടെ ആൻസർ കറക്റ്റ് നോക്കുക. യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. സോ നമുക്ക് അതിൻ്റെ ഓർഡർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് എടുക്കേണ്ട ട്യൂബ് ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലഡ് കൾച്ചറാണ്. കൾച്ചർ ഉണ്ടെങ്കിൽ കൾച്ചർ ട്യൂബാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. സോ ഇത് നമ്മൾ SPS എന്ന് പറയുന്ന ആൻറ്റികോയാഗുലൻ്റ് ആണ്. സോഡിയം പൊളിന്തനോൾ സൾഫേറ്റ് എന്ന് പറയുന്ന ആൻറ്റികോയാഗുലൻ്റ് ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? കൾച്ചറിന് യൂസ് ചെയ്യുന്നത്. കൾച്ചർ ട്യൂബ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കേണ്ടത് സോഡിയം സിട്രേറ്റ് ആണ്. ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള സോഡിയം സിട്രേറ്റ് ട്യൂബാണ് കൾച്ചർ ട്യൂബ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എടുക്കേണ്ടത്. നമ്മൾ കൊയാഗുലേഷൻ സ്റ്റഡിക്കും ESRനൊക്കെയാണ് ഈ ഒരു ട്യൂബ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു ട്യൂബിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം സൊല്യൂബിലിറ്റിയിൽ കാൽഷ്യം റിലേറ്റഡ് ആണ് ഈ ഒരു സോഡിയം സിട്രേറ്റ് ട്യൂബ് എന്ന് പറയുന്നത്. സിട്രേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കേണ്ടത് പ്ലെയിൻ ട്യൂബാണ്, അതായത് സെറം ട്യൂബ്. ആൻറ്റികോയാഗുലൻ്റ് ഒന്നും ഇല്ലാത്ത റെഡ് കളർ ട്യൂബാണ് ഈ പ്ലെയിൻ ട്യൂബ് എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ആൻറ്റികോയാഗുലൻ്റ് ഒന്നുമില്ല, സെറത്തിന് വേണ്ടിയിട്ടാണ്. സോ അധിക ബയോകെമിക്കൽ ടെസ്റ്റിന് നമ്മൾ ഈ സെറം ട്യൂബാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഹെപ്പാരിൻ ട്യൂബാണ്, ഗ്രീൻ കളറുള്ള ഹെപ്പാരിൻ ട്യൂബ്. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ത്രോംബിൻ ആക്ഷൻ ആണ്. നമ്മൾ ബ്ലഡ് ഗ്യാസ് അനാലിസിസിനൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്? ഹെപ്പാരിൻ ട്യൂബ് എടുക്കാറുള്ളത്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് EDTA ട്യൂബാണ്, ലാവൻഡർ കളറുള്ള EDTA ട്യൂബ്. മെയിൻലി ഹെമറ്റോളജിക്കൽ പാരാമീറ്ററിനാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? EDTA ട്യൂബ് എടുക്കാറുള്ളത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എടുക്കുന്നത് ഫ്ലൂറൈഡ് ട്യൂബാണ്, ഗ്രേ കളറുള്ള ഫ്ലൂറൈഡ് ട്യൂബ്. നമ്മളത് എടുക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്. ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ അതിൻ്റെ കാരണം അത് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് ഗ്ലൈക്കോളൈസിസ് പ്രിവെൻറ്റ് ചെയ്യും. ഗ്ലൂക്കോസ് നമ്മൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്തു പോകില്ലേ ഗ്ലൂക്കോസ്, അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫ്ലൂറൈഡിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ആ ഓർഡർ പഠിക്കണം. സോഡിയം സിട്രേറ്റ് ഫസ്റ്റ് ബ്ലഡ് കൾച്ചർ, ദെൻ സോഡിയം സിട്രേറ്റ്, അതിന് ശേഷം പ്ലെയിൻ ട്യൂബ്, ഹെപ്പാരിൻ ട്യൂബ്, EDTA ട്യൂബ് ആൻഡ് ഫ്ലൂറൈഡ് ട്യൂബ്. ഇതാണ് അതിൻ്റെ ഓർഡർ. സോ ഇവിടെ ഇങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ അതിൻ്റെ കളർ കോഡും കൂടി പഠിച്ചു വെക്കുക, കാരണം കളർ കോഡ് വെച്ചിട്ടാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബൈൽ സാൾട്ട് ആൻഡ് ബൈൽ പിഗ്മെൻറ്റ് ഇൻ യൂറിൻ ആർ സീൻ ഇൻ ഓപ്ഷൻ എ obstructive jaundice, option B hepatic jaundice, option C pre-hepatic jaundice, option D latent jaundice. ബൈൽ സാൾട്ടും ബൈൽ പിഗ്മെൻറ്റും യൂറിനിൽ കാണുന്നത് ഏത് ടൈപ്പ് ഓഫ് ജോണ്ടിസിലാണ്? കറക്റ്റ് ആൻസർ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഓക്കെ, ബൈൽ പിഗ്മെൻറ്റ്സും ബൈൽ സാൾട്ടും യൂറിനിൽ കാണുന്ന കണ്ടീഷൻ പറയുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഈ പ്രീ ഹെപ്പാറ്റിക്, ഹെപ്പാറ്റിക്, പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാം. അതിനുശേഷം ഏതിലൊക്കെ ബൈൽ സാൾട്ട് കാണും, യൂറോബിലിനോജൻ കാണും എന്നുള്ളത് നോക്കാം. സോ പ്രീ ഹെപ്പാറ്റിക്, ഹെപ്പാറ്റിക്, പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ്. പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിലിറുബിൻ്റെ കോൺജുഗേഷൻ നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. ഈ കോൺജുഗേഷൻ നടക്കുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണ്, മെയിൻലി ഹീമോലൈറ്റിക് ജോണ്ടിസ്. RBC കൂടുതലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ബിലിറുബിൻ ഉണ്ടാവുകയാണ്, RBC കൂടുതലായിട്ട് നശിച്ചു പോവുകയാണ്. അങ്ങനെ ബിലിറുബിൻ കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കോൺജുഗേഷൻ നടക്കുന്നതിൻ്റെ മുന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം കോൺജുഗേഷൻ നടക്കുന്നില്ല, അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള കോൺജുഗേഷൻ നടക്കാത്ത ബിലിറുബിൻ കൂടുതലായിട്ട് ബ്ലഡിൽ കൂടും. അപ്പോൾ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള ബിലിറുബിനാണ് ബ്ലഡിൽ കൂടുന്നത്. എന്നാൽ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലിവർ സെല്ലിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാവുന്നതാണ്, ലിവറിൻ്റെ പ്രശ്നം കാരണം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് കോൺജുഗേറ്റഡ് ബിലിറുബിനും അൺകോൺജുഗേറ്റഡ് ബിലിറുബിനും ബ്ലഡിൽ കൂടും. ഓക്കെ, എന്നാൽ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ പ്രശ്നം കാരണമല്ല, ലിവർ മര്യാദയ്ക്ക് കോൺജുഗേറ്റ് ചെയ്യും, അതിനുശേഷം അത് ബൈൽ ഡക്റ്റ് വഴി റിലീസ് ചെയ്യണം ഇൻറ്റസ്റ്റൈനിലേക്ക്. അവിടെ എന്തെങ്കിലും ബ്ലോക്ക് കാരണമായിരിക്കും ഈ ഒരു ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാവുന്നത്. അപ്പം കോൺജുഗേഷൻ അവിടെ മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്, കോൺജുഗേറ്റഡ് ബിലിറുബിൻ മാത്രമേ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ കൂടുള്ളൂ, അതിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ കോൺജുഗേറ്റഡ് ബിലിറുബിനാണ് കൂടുന്നത്.
പ്രീ ഹെപ്പാറ്റിക്കിൽ അൺകോഞ്ചുഗേറ്റഡിലും ഹെപ്പാറ്റിക്കിൽ കോഞ്ചുഗേറ്റഡും അൺകോഞ്ചുഗേറ്റഡും കൂടുന്നുണ്ട്. പോസ്റ്റ് ഹെപ്പാറ്റിക് ഓർ ഒബ്സ്ട്രക്റ്റീവിൽ എന്താണ്? കോഞ്ചുഗേറ്റഡ് ബിലിറുബിനാണ് കൂടുന്നത്. ഓക്കെ, ഇനി പറയാനുള്ളത് യൂറിൻ്റെ കേസാണ്. ഈ കോഞ്ചുഗേറ്റഡ് ബിലിറുബിൻ എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂബിളാണ്, അത് യൂറിനിൽ കൂടെ പോകും. പക്ഷെ അൺകോഞ്ചുഗേറ്റഡ് ബിലിറുബിൻ എന്ന് പറയുന്നത് വാട്ടറിൽ സൊല്യൂബിൾ അല്ല, ഇൻസൊല്യൂബിൾ ആണ്, അതുകൊണ്ട് അത് യൂറിനിലും കാണില്ല. അപ്പോൾ എവിടെയാണോ കോഞ്ചുഗേറ്റഡ് ബിലിറുബിൻ ഉള്ളത് ആ കണ്ടീഷനിൽ മാത്രമേ യൂറിനിൽ ബിലിറുബിനും ബൈൽ സാൾട്ടും കാണുള്ളൂ. അപ്പം പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ ബിലിറുബിനും ബൈൽ സാൾട്ടും യൂറിനിൽ കാണുമോ? കാരണം അവിടെ അൺകോഞ്ചുഗേറ്റഡ് ബിലിറുബിനാണ് കൂടുന്നത്, അത് വാട്ടറിൽ സൊല്യൂബിൾ അല്ല, അതുകൊണ്ട് യൂറിനിൽ കാണില്ല ബൈൽ സാൾട്ടും ബൈൽ പിഗ്മെൻറ്റ്. എന്നാൽ ഹെപ്പാറ്റിക്കിൽ എന്താണ്? കോഞ്ചുഗേറ്റഡ് ബിലിറുബിൻ ഉണ്ട്, അതുകൊണ്ട് യൂറിനിൽ ബിലിറുബിൻ പ്രസൻ്റ് ആവാം. എന്നാൽ ഒബ്സ്ട്രക്റ്റീവിലോ അവിടെ കോഞ്ചുഗേറ്റഡ് ബിലിറുബിൻ കൂടുന്നുണ്ട്, അതുകൊണ്ട് യൂറിനിൽ ബിലിറുബിൻ കാണാം. ഹെപ്പാറ്റിക്കിലും ഒബ്സ്ട്രക്റ്റീവിലും കോഞ്ചുഗേറ്റഡ് ബിലിറുബിൻ ആണ്, അതുകൊണ്ട് ബിലിറുബിൻ യൂറിനിൽ കാണാൻ പറ്റും, വാട്ടറിൽ സൊല്യൂബിൾ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് യൂറോബിലിനോജൻ. ബിലിറുബിൻ്റെ നേരെ ബൈൽ പിഗ്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും യൂറോബിലിനോജൻ. ബൈൽ പിഗ്മെൻറ്റ് പ്രീ ഹെപ്പാറ്റിക്കിൽ ഇല്ല, ഹെപ്പാറ്റിക്കിലും ഒബ്സ്ട്രക്റ്റീവിലും ആണുള്ളത്. എന്നാൽ യൂറോബിലിനോജൻ ഒബ്സ്ട്രക്റ്റീവിൻ്റെ കേസിൽ ഡിക്രീസ്ഡ് ഓർ ആബ്സെൻ്റ് ആയിരിക്കും. അത് പ്രസൻ്റ് ആയിരിക്കും എവിടെയായിരിക്കും? മെയിൻലി പ്രീ ഹെപ്പാറ്റിക്കിലാണ്. ഹെപ്പാറ്റിക്കിലും കാണാം, എന്നാലും കൂടുതൽ കാണുന്നത് എവിടെയാണ്? പ്രീ ഹെപ്പാറ്റിക്കിലാണ്. ഓക്കെ, അതുപോലെ ഒരു എൻസൈംസും പിന്നെ ഈ ALT AST എന്നൊക്കെ പറയുന്ന എൻസൈം ലിവർ സ്പെസിഫിക് ആണ്. അപ്പോൾ അത് കൂടുന്നത് ലിവർ പ്രശ്നം ഉണ്ടാവുന്ന ജോണ്ടിസിലാണ്, അതായത് ഹെപ്പാറ്റിക് ജോണ്ടിസിൽ. അതേപോലെ ALPയും GGT ഒക്കെ കൂടുന്നത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലാണ്. ALP GGT പോലെയുള്ള എൻസൈം കൂടുന്നത് എവിടെയാണ്? ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലാണ്. AST ALT കൂടുന്നത് എവിടെയാണ്? ഹെപ്പാറ്റിക് ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സോ അപ്പോൾ ഇവിടെ ബൈൽ സാൾട്ടും ബൈൽ പിഗ്മെൻറ്റ്സും യൂറിനിൽ കൂടുന്നത് ഏതിലാണ്? മെയിൻലി ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. All of these are ketone bodies except option A acetone, option B acetate, option C acetoacetate, option D beta hydroxybutyrate. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, അസറ്റേറ്റ്. കീറ്റോൺ ബോഡീസ് 3 എണ്ണാണുള്ളത്, അസറ്റോണും അസറ്റോ ആസിറ്റിക് ആസിഡും ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടാരിക് ആസിഡ്. എന്താണ് ഈ കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഫാറ്റ്, അതായത് സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റാണ് ഈ കീറ്റോൺ ബോഡീസ്. അതായത് നമ്മൾ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കിട്ടാത്ത സമയത്ത് നമ്മൾ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്യും. ആ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഈ ബൈ പ്രൊഡക്റ്റായിട്ട് കീറ്റോൺ ബോഡീസ് ഉണ്ടാവുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. അസറ്റോണും അസറ്റിക് ആസിഡും ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡുമാണ് മെയിൻലി കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും ഈ കീറ്റോൺ ബോഡി നമ്മളുടെ ബോഡിയിൽ കാണുന്നത്? മെയിൻലി കാണുന്നത് എപ്പോഴായിരിക്കും യൂറിനിൽ? അതായത് ഒന്ന് സ്റ്റാർവേഷൻ്റെ സമയം, നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോഴാണ് ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരിക. അതുപോലെ ഡയബറ്റിക് കിഡ്സിൻ്റെ കേസിൽ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ് എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി ആ ഗ്ലൂക്കോസ് എന്തായിപ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ, ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഫാറ്റിനെ എടുത്ത് ചെയ്തിട്ട് ആ ഒരു കേസിൽ കാണാൻ പറ്റും. അതുപോലെ കീറ്റോജനിക് ഡയറ്റ്, അതായത് ഗ്ലൂക്കോസ് കുറച്ചിട്ട് ഈ ഫാറ്റ് കൂടുതലായിട്ട് എടുക്കുന്ന ടൈപ്പ് ഡയറ്റില്ലേ, അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഈ കീറ്റോൺ ബോഡീസ് മീൻസ് യൂറിനിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, മെയിൻലി ഓർത്ത് വെക്കേണ്ടത് ഫാറ്റിൻ്റെ ബൈ പ്രോഡക്റ്റാണ് കീറ്റോൺ ബോഡീസ് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഡിറ്റക്ഷൻ, യൂറിനിൽ എങ്ങനെ കീറ്റോൺ ബോഡീസ് ഡിറ്റക്റ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. റോത്തറാസ് ടെസ്റ്റ്, അതേപോലെ തന്നെ ലീഗൽസ് ടെസ്റ്റ്, ഏസ് ടെസ്റ്റ്, ജെർഹാർഡ്സ് ടെസ്റ്റ്, ഹാർട്സ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കീറ്റോൺ ബോഡീസ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്.
റോത്തറാസ് ടെസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ലീഗൽസ് ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ജെർഹാർഡ്സ് ടെസ്റ്റ് ആയിരിക്കും, ഹാർട്സ് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം നോക്കി വെക്കണം. മെയിൻലി റോത്തറാസ് ടെസ്റ്റ്, ലീഗൽസ് ടെസ്റ്റ്, ഏസ് ടെസ്റ്റൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യാറുള്ളത്? അസറ്റോണും അസറ്റോ അസറ്റിക് ആസിഡും ആണെങ്കിൽ ജെർഹാർഡ്സ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അസറ്റോ അസറ്റിക് ആസിഡിനാണ്. ഹാർട്സ് ടെസ്റ്റ് ചെയ്യുന്നത് ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടാറിക് ആസിഡിനാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഏതിനൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്? ഓപ്ഷൻ എ ഹെക്സോകൈനേസ്, ഓപ്ഷൻ ബി ഗ്ലൂക്കോകൈനേസ്, ഓപ്ഷൻ സി ഗ്ലൂക്കോസ് ഓക്സിഡേസ് പെറോക്സിഡേസ്, ഓപ്ഷൻ ഡി ഓർത്തോട്ടോൾഡിൻ ഓർ ഓൾട്ടോളിഡിൻ മെത്തേഡ്. ഗ്ലൂക്കോസിൻ്റെ എസ്റ്റിമേഷൻ മെത്തേഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. കറക്റ്റ് ആൻസർ ഏതാണ്? ഗ്ലൂക്കോകൈനേസ്. കാരണം ഹെക്സോകൈനേസും GOD-POD അതായത് ഗ്ലൂക്കോസ് ഓക്സിഡേസ് പെറോക്സിഡേസും ഓർട്ടോളിഡിൻ മെത്തേഡൊക്കെ നമ്മൾ ഗ്ലൂക്കോസിൻ്റെ എസ്റ്റിമേഷന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഏതൊക്കെയാണ് മെയിൻലി ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ? യെസ്, fall in view, നെൽസൺസ് ഹോമോഗി, GOD-POD, ഹെക്സോകൈനേസ്, ഓർത്തോട്ടോൾഡിൻ ഒക്കെയാണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ fall in view ആൻഡ് നെൽസൺ ഹോമോഗി മെത്തേഡ്സ് എന്ന് പറയുന്നത് റിഡക്ഷൻ മെത്തേഡ്സ് ആണ്. fall in view മെത്തേഡ്, നെൽസൺസ് ഹോമോഗി മെത്തേഡൊക്കെ എന്താണ്? റിഡക്ഷൻ മെത്തേഡാണ്. അതേപോലെ GOD-POD, ഹെക്സോകൈനേസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? എൻസൈമാറ്റിക് മെത്തേഡാണ്. എൻസൈമാറ്റിക് മെത്തേഡാണ്. ഓർത്തോട്ടോൾഡിൻ എന്ന് പറയുന്നത് ഒരു കണ്ടൻസേഷൻ മെത്തേഡാണ്. ഓർത്തോട്ടോൾഡിൻ എന്ന് പറയുന്നത് ഒരു കണ്ടൻസേഷൻ മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് പ്രസൻറ്റ് ഇൻ സൂക്രോസ്. ഓപ്ഷൻ എ ആൽഫ 11, ഓപ്ഷൻ ബി ആൽഫ 12, ഓപ്ഷൻ സി ആൽഫ 14, ഓപ്ഷൻ ഡി ബീറ്റ 14. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, സൂക്രോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്രൈഡാണ്. അതിൽ കാണുന്ന ലിങ്കേജ് എന്ന് പറയുന്നത് ആൽഫ 12 ആണ്. ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഷുഗർ യൂണിറ്റുകൾ കൂടിച്ചേർന്നതാണ്. ഓക്കെ, ഈ 2 ഷുഗർ യൂണിറ്റുകൾ എങ്ങനെയാണ് ലിങ്ക് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ് ഡൈസാക്രൈഡ്സ് മെയിൻലി? യെസ്, സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് ആണ് ഡൈസാക്രൈഡായിട്ട് വരുന്നത്. സോ ഏതൊക്കെ മോണോസാക്രൈഡുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഷുഗർ മോണിക്കുകൾ കൂടിയിട്ടാണ് സൂക്രോസ് ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നിട്ടാണ് സൂക്രോസ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഗാലക്ടോസും ഗ്ലൂക്കോസും ചേർന്നിട്ടാണ് ലാക്ടോസ് ഉണ്ടാവുന്നത്. ഗ്ലൂക്കോസും ചേർന്നിട്ടാണ് മാൾട്ടോസ് ഉണ്ടാവുന്നത്. ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് സൂക്രോസ്, ഗാലക്ടോസ് പ്ലസ് ഗ്ലൂക്കോസ് ലാക്ടോസ്, ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് മാൾട്ടോസ്. സോ ഇതിൽ ഏതൊക്കെയാണ് ലിങ്കേജ്? ഓരോന്നിലും വരുന്ന ലിങ്കേജ് നോക്കാം. സൂക്രോസിൽ ആൽഫ 12, ലാക്ടോസിൽ മാൾട്ടോസിൽ ആൽഫ 14ഉം ലാക്ടോസിൽ ബീറ്റ 14ഉം ആണ് വരുന്നത്. സൂക്രോസിൽ ആൽഫ 12, മാൾട്ടോസിൽ ആൽഫ 14, ലാക്ടോസിൽ ബീറ്റ 14 ലിങ്കേജ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇതെന്തായാലും നോക്കി വെക്കുക. ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ലിങ്കേജ് ആണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ്, ക്ലിയറൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഗിവൺ ബൈ എ ഫോർമുല. ഓപ്ഷൻ എ C = UV + V, ഓപ്ഷൻ ബി C = UV / P, ഓപ്ഷൻ സി = UP / V, ഓപ്ഷൻ ഡി C = UV - P. നമ്മൾ 24 hour യൂറിനിൽ ക്ലിയറൻസ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മുടെ കിഡ്നീൻ്റെ ഫംഗ്ഷനൊക്കെ നോക്കാൻ വേണ്ടി ക്ലിയറൻസ് ചെയ്യാറുണ്ട്. അതിനൊരു ഫോർമുലയുണ്ട് ആ ക്ലിയറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? UV / P എന്നുള്ളതാണ്. എന്താണ് ഈ UV / P എന്ന് പറഞ്ഞാൽ? യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണ്, ഇപ്പോൾ യൂറിയ ക്ലിയറൻസ് ആവാം, ക്രിയാറ്റിൻ ക്ലിയറൻസ് ആവാം, ഏത് സബ്സ്റ്റൻസ് ആണോ നോക്കുന്നത് അതിൻ്റെ യൂറിനിലുള്ള കോൺസെൻട്രേഷനാണ് യു എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് വോളിയം ഓഫ് യൂറിൻ പെർ വോളിയം ഓഫ് യൂറിൻ ml/minute, മിനിറ്റിലുള്ള വോളിയം ഓഫ് യൂറിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ പ്ലാസ്മയിലുള്ള ആ ഒരു സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ.
യു എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസിൻ്റെ യൂറിനിലുള്ള കോൺസെൻട്രേഷൻ, വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് യൂറിനും, അതേപോലെ തന്നെ പി എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസിൻ്റെ പ്ലാസ്മയിലുള്ള കോൺസെൻട്രേഷനുമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a clinical biochemistry laboratory, the blood sample of a patient shows very high AST requiring dilution. Which of these denote 1 in 10 dilution? Option A, 450 microliter diluent plus 50 microliter sample. Option B, 450 microliter sample plus 50 microliter diluent. Option C, 50 microliter sample plus 500 microliter diluent. Option D, 50 microliter diluent plus 500 microliter sample. Correct answer ഏതാണ്? യെസ്, 450 ഡയലുവൻറ്റും 50 സാമ്പിളാണ് വരുന്നത്. എന്താണ് ഈ ഡയലൂഷൻ എന്ന് പറയുമ്പോൾ? നമ്മുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് നമ്മൾ അതിലേക്ക് പോവാം. അതായത് നമ്മളൊരു സെറം അല്ലെങ്കിൽ നോർമൽ സലൈൻ വെച്ച് ഡയലൂട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്പിൾ നമ്മൾ ഡയലുവൻ്റ് വെച്ച് ഡയലൂട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ ഡയലൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ആഡ് ചെയ്ത സാമ്പിൾ എത്ര വോളിയം ഉണ്ടെന്ന് നോക്കണം, ആഡ് ചെയ്ത ഡയലൂണ്ട് എത്ര വോളിയം ഉണ്ടെന്ന് നോക്കണം, ടോട്ടൽ വോളിയം എത്രയാണെന്ന് നോക്കണം. ഇവിടെ 1 ml നമ്മൾ സെറത്തിലേക്ക് 9 ml നോർമൽ സലൈൻ ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ടോട്ടൽ വോളിയം 10 ml ആണ് വരുന്നത്. 1 ml സെറം, 9 ml നോർമൽ സലൈൻ, ടോട്ടൽ 10 ml വോളിയം. ഇതിൻ്റെ ഡയലൂഷൻ എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ 1 in 10 അല്ലെങ്കിൽ 1:10. അതായത് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് സെറത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പിളിൻ്റെ എത്ര വോളിയം എന്നുള്ളതാണ്. രണ്ടാമത് എഴുതേണ്ടത് ഡയലുവൻറ്റിൻ്റെതല്ല, ടോട്ടൽ വോളിയമാണ് നോക്കേണ്ടത്. അപ്പോൾ 1 in 10, 1 സെറവും 10 ടോട്ടൽ വോളിയവും. ഇപ്പോൾ 1 ml സെറവും 99 ml ഡയലുവൻ്റ് ആണ് ആഡ് ചെയ്തതെങ്കിൽ അവിടെ ഡയലൂഷൻ എങ്ങനെയായിരിക്കും വരിക? എങ്ങനെയായിരിക്കും? യെസ്, 1 in 100 എന്നാണ് വരിക. 1 ml സെറോ 100 ml ടോട്ടൽ വോളിയാണ്. ആ 100 ആണ് എഴുതേണ്ടത്, അവിടെ 99 അല്ല ആഡ് എഴുതേണ്ടത്. ഓക്കെ. സോ അപ്പോൾ ഇവിടെ എങ്ങനെയാണുള്ളത്? 50 മൈക്രോലിറ്റർ സെറോ, 450 മൈക്രോലിറ്റർ ഡയലുവൻറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? യെസ്, 50 സാമ്പിളും ഡയലുവൻറ്റ് 450 ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? 50 500 എന്നാണ് എഴുതുക. നമ്മൾ ഡയലൂഷൻ പറയുമ്പോൾ 50 500 എന്നല്ല പറയുക, അത് 1ലേക്ക് ആക്കിയിട്ടാണ് പറയുക. അപ്പോൾ 50ന് 500 1ലേക്ക് എന്ന രീതിയിൽ എഴുതണമെങ്കിൽ 2നെ നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 in 10 എന്നുള്ള രീതിയിൽ കിട്ടും. 1 in 10. ഓക്കെ. ഇതിൽ രണ്ടാമത് എഴുതിയിരിക്കുന്ന 10നെ നമ്മൾ ഡയലൂഷൻ ഫാക്ടർ എന്നാണ് പറയുക കേട്ടോ. നമ്മൾ ഡയലൂഷൻ എഴുതുമ്പോൾ എപ്പോഴും 1ൽ വെച്ചിട്ടാണ്, 1 in 100 അല്ലെങ്കിൽ 1 in 10, 1 in 20 എന്നുള്ള രീതിയിലാണ് ഇത്. അത് എടുക്കുക ഇങ്ങനെ, സെറത്തിൻ്റെ വാല്യൂ 1, ആ ഫസ്റ്റത്തതും എടുക്കുക. രണ്ടാമത്തത് ടോട്ടൽ വോളിയമാണ് എടുക്കേണ്ടത്. ആ ടോട്ടൽ വോളിയമാണ് അല്ലെങ്കിൽ അതാണ് നമ്മൾ ഡയലൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 1 in 10ലാണെങ്കിൽ 10 നമ്മൾ ഡയലൂഷൻ ഫാക്ടർ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡയലൂട്ട് ചെയ്ത സാമ്പിളാണ് ചെയ്തെങ്കിൽ എപ്പോഴും ഡയലൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറയാറില്ലേ. അപ്പോൾ അതാണിത്. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്രാക്ഷൻ ഓഫ് പ്രോട്ടീൻ ദാറ്റ് മൂവ് ഫാസ്റ്റർ വെൻ സബ്ജക്റ്റഡ് ടു പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ഈസ്? ഓപ്ഷൻ എ, എ ഗ്ലോബുലിൻ മീൻസ് ആൽഫ ഗ്ലോബുലിൻ. ഓപ്ഷൻ ബി, ബീറ്റ ഗ്ലോബുലിൻ. ഓപ്ഷൻ സി, ആൽബുമിൻ. ഓപ്ഷൻ ഡി, ഗാമ ഗ്ലോബുലിൻ. കറക്റ്റ് ആൻസർ ഏതാണ്? ആൽബുമിൻ. അതായത് നമ്മൾ സെറം ഇലക്ട്രോഫോറസിസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൽബുമിനാണ്. ഞാനിവിടെ സെറം ഇലക്ട്രോഫോറസിസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ വരുന്നത്? ആൽബുമിൻ, ആൽഫ 1, ആൽഫ 2, ബീറ്റ, ഗാമ ഗ്ലോബുലിൻ എന്നുള്ള രീതി. നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു ഗാമ ഗ്ലോബുലിൻ ആണ് അല്ലേ. ഇങ്ങനെയാണ് ഒരു നോർമൽ സെറം ഇലക്ട്രോഫോറസിസിൻ്റെ ഇത് വരുന്നത്. എന്നാൽ പത്തോളജിക്കൽ കണ്ടീഷൻസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും കൂടി ഒന്ന് നിങ്ങൾ നോക്കണം. അതായത് അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ മൈലോമൻ്റെ കേസിൽ ഒരു M ബാൻഡ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇപ്പോൾ
ഇപ്പോൾ ബീറ്റൻ്റെയും ഗാമൻ്റെയും ഇടയിലായിട്ട് ഒരു എം ബാൻഡ് മൾട്ടിപ്പിൾ മൈലോമൻ്റെ കേസിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോണിക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഗാമ റീജിയൻസ് ഇല്ലേ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ റീജിയൻ അല്ലേ ഗാമ റീജിയൻ, അപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ ആ ഒരു റീജിയൻ ഇൻക്രീസ് ചെയ്യില്ലേ. അതുപോലെ നെഫ്രോട്ടിക് സിൻഡ്രത്തിലായിക്കോട്ടെ ലിവർ പ്രോബ്ലത്തിലായിക്കോട്ടെ, ലിവർ സിറോസിസിലും നെഫ്രോട്ടിക് കിഡ്നിയും ലിവറും സംബന്ധിച്ചിടത്തിൽ ആൽബുമിൻ കുറയുന്നുണ്ട്, ഹൈപ്പോ ആൽബുമിനീമിയ ഉണ്ടാവും. ആൽബുമിൻ്റെ ബാൻഡ് അപ്പം എന്ത് ചെയ്യും, കുറയും. കാരണം എന്താ, ലിവറാണ് ആൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കിഡ്നിയാണ് അതിൻ്റെ എക്സ്ക്രീഷൻ സംബന്ധമായിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്, ആൽബുമിൻ്റെ ലെവൽ കുറയുന്നുണ്ട്. പക്ഷേ നെഫ്രോട്ടിക് സിന്തസിൽ ആൽഫാറ്റും കൂടിയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആൽഫാറ്റും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഹൈപ്പോ ആൽബുമിനീമിയ ഉണ്ട്, ആൽഫാറ്റു മൈക്രോഗ്ലോബുലിനീമിയ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഇപ്പോൾ പ്ലാസ്മയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്തെങ്കിൽ അവിടെ ഒരു ഫൈബ്രിനോജൻ്റെ ബാൻഡും കൂടി എക്സ്ട്രാ കാണും. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് നോർമൽ കണ്ടീഷനാണ്, അത് എന്താണ് സെറത്തിൽ കാണാൻ പറ്റില്ല. പ്ലാസ്മ ഇലക്ട്രോഫോറസിസിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫൈബ്രിനോജൻ്റെ ബാൻഡ് കാണാൻ പറ്റുള്ളൂ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.